നിങ്ങളൊക്കെ യാത്ര പോകാറില്ലേ? ഏതെങ്കിലും ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കാറില്ലേ? അതുമല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലുകളിൽ പോകാറില്ലേ? അവിടെ നമ്മൾ പലതരത്തിലുള്ള കുടുംബങ്ങളെ കാണാറുണ്ട്. അതെ, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. ഓരോ കുടുംബത്തിലെയും ഓരോ മനുഷ്യരും വളരെ വ്യത്യസ്തരാണ്. സംസാരത്തിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാം. അങ്ങനെയല്ലേ? അതെ, ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ദമ്പതികളും അവർക്കിടയിലെ വഴക്കുകളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ മനുഷ്യരും, ഓരോ കുടുംബത്തിലെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണെന്ന്. അങ്ങനെ വരുമ്പോൾ ഏതോ ഒരു കുടുംബത്തിൽ വളർന്ന ഒരു സ്ത്രീയും മറ്റേതോ കുടുംബത്തിൽ വളർന്ന ഒരു പുരുഷനും തമ്മിൽ വിവാഹിതരാകുമ്പോൾ അവർക്കിടയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവരുടെ സംസാരത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ചിന്തകളിൽ, അവരുടെ ആശയങ്ങളിലും എല്ലാം ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ പരസ്പരം അവർ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ അവർ നല്ല രീതിയിൽ പെരുമാറുകയും സ്നേഹിക്കുകയും പിന്നെ ഗ്രാജുവലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളത് സാധാരണയായിട്ട് ഓരോ കുടുംബങ്ങളിലും നമ്മുടെ ഫ്രണ്ട്സിനിടയിലാണെങ്കിലും എവിടെ നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം വളരെയധികം സ്നേഹത്തോടെ, സ്നേഹപ്രകടനങ്ങളോടെ മുന്നോട്ട് പോകും. ഗ്രാജുവലി അവർക്ക് അവരുടെ തനി സ്വഭാവം പരസ്പരം പുറത്തേക്ക് വരും. അങ്ങനെ വരുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ, പരസ്പരം അത് അംഗീകരിക്കാതെ വരുമ്പോൾ വഴക്കുകളിലേക്കും അത് കലാശിക്കാറുണ്ട്. നിങ്ങൾ കുറച്ചു നാൾ മുമ്പ് ഒരു പത്രവാർത്ത കണ്ടു കാണും. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഭർത്താവ് വഴക്കിട്ടില്ല, വിവാഹമോചനം തേടി ഭാര്യ കോടതിയിൽ എന്നാണ്. ദുബായിലാണ് സംഭവം. 1 വർഷമേ കഴിഞ്ഞുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. ഒരു തവണ പോലും ഭർത്താവ് തന്നോട് വഴക്കിട്ടിട്ടില്ല എന്നാണ് യുവതി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഭാര്യ പരാതിയിൽ ഇതും കൂടി പറയുന്നുണ്ട്: 1 വർഷമായി വിവാഹം കഴിഞ്ഞിട്ടും ഇതേവരെ ഭർത്താവ് എന്നോട് വഴക്കിട്ടിട്ടില്ല. വീട്ടുജോലികളിൽ എന്നെ നന്നായി സഹായിക്കുന്നുണ്ട്. പല സമയങ്ങളിലും എനിക്ക് വേണ്ട ഫുഡെല്ലാം ഭർത്താവ് പാകം ചെയ്തു കൊണ്ടുതരുന്നുണ്ട്. ഭർത്താവ് എന്നോട് വഴക്കിടാൻ വേണ്ടി പല കാര്യങ്ങളും ഭർത്താവിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷേ എന്നിട്ടും ഭർത്താവ് എന്നോട് വഴക്കുണ്ടാക്കിയിട്ടില്ല. ഒരു ദിവസം ഭർത്താവിന് തടി കൂടുതലാണെന്ന് പറഞ്ഞ് ഭർത്താവിനെ കളിയാക്കി. എന്നിട്ടും ഭർത്താവ് താനുമായി വഴക്കിട്ടിട്ടില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. തടി കുറയ്ക്കുന്നതിന് വേണ്ടി ഭർത്താവ് വ്യായാമങ്ങൾ ചെയ്യുകയും ഡയറ്റ് കൺട്രോൾ ചെയ്ത് തടി കുറയ്ക്കുകയും ചെയ്തു. തടി കുറയ്ക്കുന്നതിനുള്ള വ്യായാമം ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ വീണ് കാല് പൊട്ടുകയും ചെയ്തു. എന്നിട്ട് പോലും ഭർത്താവ് എന്നോട് വഴക്കിട്ടിട്ടില്ല എന്നാണ് ഭാര്യ പരാതിയിൽ പറയുന്നത്. ഇത്രയൊക്കെ ഭാര്യ തന്നെ കുറിച്ച് പരാതി പറഞ്ഞിട്ടും വിവാഹമോചനം, ഡൈവോഴ്സ് വേണ്ട എന്നാണ് ഭർത്താവ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാം? കോടതി ഭർത്താവിന്റെ പരാതി പരിഗണിച്ച് സമയം കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയിലെ പ്രശസ്ത സൈക്കോളജിസ്റ്റായ ജോൺ ഗോഡ്മാൻ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് ദീർഘകാലം 40 വർഷക്കാലം ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം കണ്ടെത്തിയത്, ഒരിക്കൽ പോലും കലഹമുണ്ടാക്കാത്തവരല്ല സംതൃപ്തവും സന്തോഷകരവുമായ ജീവിതം നയിച്ചിരുന്നത്. എന്നാൽ എല്ലായ്പ്പോഴും കലഹിക്കുന്നവരുമല്ല സന്തോഷവും സംതൃപ്തവുമായ ജീവിതം നയിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നത് 1:5 എന്ന ഫോർമുലയിൽ ജീവിച്ചവരാണ് സന്തോഷവും സമാധാനവും ദാമ്പത്യ ജീവിതത്തിൽ കണ്ടെത്തിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണ പഠനം പറയുന്നത്.
എന്താണ് 1:5 ഫോർമുല എന്നതിനെ കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. 1:5 ഫോർമുല എന്ന് പറയുമ്പോൾ, ഒരു തവണ ദമ്പതികൾക്കിടയിൽ വഴക്കുണ്ടാക്കിയാൽ, അത് ഭർത്താവായാലും ഭാര്യയായാലും വഴക്കുണ്ടായാൽ 5 തവണ വിവിധ തരത്തിലുള്ള സ്നേഹപ്രകടനത്തിലൂടെ അവരതിനെ കോമ്പൻസേറ്റ് ചെയ്യും. അതാണ് 1:5 ഫോർമുല. അദ്ദേഹം പറയുന്നു, വിവാഹ ജീവിതത്തെ തകർക്കുന്ന ഒന്നല്ല കലഹം, വഴക്ക്. മറിച്ച് ദാമ്പത്യ ജീവിതത്തിൽ കലഹം അനിവാര്യമായ ഒരു ഘടകമാണെന്നാണ്. അതെ, നമ്മൾ ഒരു പഴഞ്ചൊല്ലില്ലേ, ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കുമെന്ന്. അതേപോലെ തന്നെ, കാരണം വ്യത്യസ്തമായ സ്വഭാവവും പെരുമാറ്റവും ആശയങ്ങളും ചിന്തകളും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ജീവിതത്തിന്, ആ ദുബായ് ലേഡി പരാതി കൊടുത്തതുപോലെ, ജീവിതത്തിന് ചിലപ്പോൾ ഒരു സുഖമൊന്നും ഉണ്ടാവില്ലെന്ന്. ഇപ്പം വഴക്കുണ്ടാക്കാതിരിക്കുന്നതിലല്ല കാര്യം. വഴക്കുണ്ടാകുമ്പോൾ, ദാമ്പത്യ ജീവിതത്തിൽ വഴക്കുണ്ടാകുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 1:5 ഫോർമുലയെ കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. 1:5 ഫോർമുല പ്രകാരം ദമ്പതികൾക്കിടയിൽ ഒരു വഴക്കുണ്ടായാൽ 5 തവണ അതിന്റെ റിപ്പയറിംഗ് പ്രവർത്തികൾ ചെയ്താൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സുഗമമായി, സന്തോഷകരമായി, സംതൃപ്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ജോൺ ഗോഡ്മാൻ പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇടയിൽ വഴക്കുണ്ടായാൽ അവയെ റിപ്പയർ ചെയ്യുന്ന 5 തരം ടൂളുകളാണ് സംസാരം, സാമീപ്യം, സഹായം, സമ്മാനങ്ങൾ, സ്പർശനം. ഇതാണ് ഈ 5 ടൂളുകളും. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇപ്പം ദമ്പതികൾക്കിടയിൽ വഴക്കുകൂടി എന്ന് വിചാരിക്കുക. അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ. ഇപ്പം ഭർത്താവ് വഴക്ക് കൂടിയാൽ കുറച്ച് സമയം കഴിഞ്ഞു നിങ്ങൾ ഭർത്താവിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും, ഭർത്താവിന് ചിലപ്പോൾ നിങ്ങളുടെ സാമീപ്യമായിരിക്കാം ഇഷ്ടം, നിങ്ങളുടെ സംസാരമായിരിക്കാം, നിങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നതായിരിക്കാം ഇഷ്ടം, അതല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ ഭർത്താവിന് കൊടുക്കുന്നതായിരിക്കാം ഇഷ്ടം, അതല്ലെങ്കിൽ നിങ്ങൾ അടുത്തിരുന്ന് ഭർത്താവിനെ സ്പർശിക്കുന്നതായിരിക്കാം, അദ്ദേഹത്തിന്റെ ബോഡി ടച്ച് ചെയ്യുന്നതായിരിക്കാം ഭർത്താവിന് ഇഷ്ടം. അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും സ്ത്രീകൾക്കും ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കാം റിപ്പയർ ചെയ്യാൻ അവര് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഒന്നുകിൽ ഭാര്യയ്ക്ക് ഇഷ്ടം ഭാര്യയോട് ഒരുപാട് നേരം നല്ല രീതിയിൽ സംസാരിക്കുന്നതാകാം, അതല്ലെങ്കിൽ ഭാര്യയെ കിച്ചണിലോ അതല്ലെങ്കിൽ വീട്ടിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ ഭാര്യയെ സഹായിക്കുന്നതാകാം, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ, ഡ്രസ്സോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ സമ്മാനങ്ങളൊക്കെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കാം ഭാര്യയ്ക്ക് ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ആ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ ആ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ നേരത്തെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവർക്കുള്ള ഇഷ്ടങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്താണോ അത് നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് അവർക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള സംസാരിക്കുക, അതല്ലെങ്കിൽ അവരുടെ അടുത്തിരുന്ന് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ആ 1:5 ഫോർമുല എന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ വഴക്കുണ്ടായാൽ 5 തവണ അതിന്റെ റിപ്പയറിംഗ് പ്രവർത്തനങ്ങൾ നടത്തിയാൽ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഗോഡ്മാന്റെ 40 വർഷത്തെ പഠനത്തിലൂടെ കണ്ടെത്തി. വഴക്കുണ്ടാവുമ്പം ശരിക്കും സാധാരണയായിട്ട് മനുഷ്യരുടെ മൂഡ് മാറുമ്പോൾ നമ്മുടെ സംസാര രീതി മാറും, നമ്മുടെ പ്രവൃത്തികൾ മാറും, പ്രതികരണങ്ങളൊക്കെ പല രീതിയിലും ആയിരിക്കും. നമ്മളിൽ പലരും പറയാറുണ്ട്, വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പിന്നെ ഒരു മൂഡുണ്ടാവില്ല എന്ന്. ശരിയാണ്, വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലെ ജോലി ചെയ്യാനും നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനോ ഒന്നും ഒരു മൂഡുണ്ടാവില്ല. ഒന്നുകിൽ നമ്മൾ മിണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കും, അല്ലെങ്കിൽ കിടക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പലപ്പോഴും എന്താ ചെയ്യല്, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നല്ല മൂഡിലാവുമ്പോഴാണ് നല്ല രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ദാമ്പത്യ ശാസ്ത്രത്തിൽ പറയുന്നത് മൂഡുണ്ടായിട്ടല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്,
കാര്യങ്ങൾ ചെയ്യുക വഴി മൂഡിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ 5 സ്നേഹത്തിന്റെ ഭാഷകൾ നിങ്ങൾ ഓർക്കുമല്ലോ. സംസാരം, സാമീപ്യം, സഹായങ്ങൾ, സമ്മാനങ്ങൾ, സ്പർശനം. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരവും സംതൃപ്തവുമാക്കി തീർക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 1:5 ഫോർമുലയിൽ ഏത് ഫോർമുലയാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ.